ഇന്ന് നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും വഴറ്റാതെ കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു വെണ്ടയ്ക്ക സ്റ്റൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു 350 ഗ്രാം അളവിൽ ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതെല്ലാം 2ഉം 3ഉം കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞതാണ്. കുക്കറിൽ ആണ് നമ്മൾ കറി വെക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക എല്ലാം അതിലേക്കിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കാം. ഇത് കിളുന്ത് വെണ്ടയ്ക്കായത് കാരണം പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അങ്ങനെ ഇതെല്ലാം കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു 3 വലിയ സവോള, ഒരു ചെറിയൊരു കഷ്ണം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കുരുമുളക് ചതച്ചത്, നമ്മുടെ ആവശ്യത്തിന് എരിവിന് വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഇനി അടുത്ത മസാല പൊടിച്ചതല്ല ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേട്ടാൽ മതി. തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടെ സ്റ്റൗ ഓണാക്കി അരമുറി തേങ്ങയുടെ 2ാം പാല് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന താമസമേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ആ വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ 1ാം പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുള്ള വെണ്ടയ്ക്ക സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു താളിപ്പും കൂടെ ആവശ്യമാണ്. അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം നമുക്ക് ഈ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക സ്റ്റൂ ആണ്. കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ കൂടിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.